കോടതി വിധി എന്ന് പറഞ്ഞാൽ അതാണ് അത് വിധി. ആ വിധിക്ക് മുകളിൽ ഒരു മീഡിയയ്ക്കും ഒരു കാര്യത്തെക്കുറിച്ച് ശബ്ദിക്കാനോ പറയാനോ പറ്റത്തില്ല. കളങ്കാവൽ സിനിമ കണ്ടായിരുന്നു. എന്നെയാണ് അദ്ദേഹം ചൈനയായിട്ട് പരീക്ഷിക്കുന്ന ഒരു ക്യാരക്ടർ. നീ കണ്ടില്ലെങ്കിൽ നിന്നെ വീട്ടിൽ കയറ്റില്ല, അല്ലെങ്കിൽ രാജ്യത്ത് നിന്നെ പുറത്താക്കുന്ന ആരും പറഞ്ഞില്ല. പിന്നെ ആ കുട്ടിക്കോഷിക്കേണ്ട കാര്യമില്ല, കാണുന്നവൻ കണ്ടോട്ടെ. ആ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയണം. അതിനുവേണ്ടിയുള്ള അവകാശമൊക്കെ ഗാന്ധിജി നമുക്ക് മുമ്പേ വാങ്ങി തന്നിട്ടുണ്ട്. അതല്ലാതെ ഡിസംബർ 18 നമ്മുടെ ദിലീപേട്ടന്റെ ബബ്ബ റിലീസ് ആവാൻ പോവാണ്. കാണാൻ പോകുന്നുണ്ട്. ഒരുപാട് പേര് ഈ നടിയെ ആക്രമിച്ച കേസ് പറഞ്ഞിട്ട് ഒരുപാട് പേര് ബബ്ബ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. ഒരു സിനിമ എന്ന് പറയുമ്പോൾ നടന്റെ മാത്രമല്ല, അപ്പൊ അതിനോട് യോജിക്കാൻ കഴിയുന്നുണ്ടോ? അതിനോട് യോജിക്കുക എന്ന് പറയുമ്പോഴത്തേക്കും, സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും, പ്രത്യേകിച്ച് ബബ്ബ എന്ന് പറയുമ്പോഴത്തേക്കും ദിലീപിന്റെ മാത്രമാണെന്ന് അവകാശപ്പെടുന്നതിനോട് ഞാൻ ഒട്ടി യോജിക്കത്തില്ല. അത് ദിലീപിന്റെ പുറകിലായിട്ട് അതിനുവേണ്ടി ധനഞ്ജയ ശങ്കർ ആണെങ്കിലും എല്ലാവരും, ഗോകുലകുമാരാണെങ്കിലും എല്ലാവരും നല്ലപോലെ അതിനുവേണ്ടി പ്രയത്നിച്ചിട്ടുണ്ട്. ആ സിനിമയ്ക്ക് നല്ലൊരു എന്റർടൈനിങ് നൽകാൻ സാധിക്കുമെന്ന് ഇപ്പോഴും വിശ്വാസം എനിക്കുണ്ട്. അപ്പം ഞാനും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു പടമാണത്. അല്ലാതെ സമൂഹത്തിൽ മറ്റൊരു ഇതുണ്ടെന്നും പറഞ്ഞ് ഒരിക്കലും നടനല്ലാവത്തില്ലല്ലോ. അതുപോലെ ദിലീപിനെ മാറ്റി മറ്റൊരാളെ വെച്ച് കഴിഞ്ഞാലും അയാൾ നല്ലവനാണെന്ന് പറഞ്ഞ് ദിലീപിന്റെ നടനം, പുള്ളിയുടെ ഒരു അഭിനയവും കാര്യങ്ങളും പുള്ളിയുടെ ഒരു പൊട്ടൻഷ്യലും നമുക്ക് അപ്പുറത്ത് കിട്ടത്തുമില്ല. അപ്പം നടനായിട്ട് മാത്രം കാണുക, മറ്റു വിഷയങ്ങളായിട്ടും കാണുക. അതിനെ രണ്ടിനെ വേർതിരിച്ച് കാണാനുള്ള ഒരു മനോഭാവം എല്ലാവർക്കും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതിനെ കാണണം. കാരണം സിനിമയുടെ രീതി കാണണം. ഇപ്പം 19 പടം IFFKയിൽ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുന്നതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നല്ലപോലെ അറിയാം. മതേതരത്വവും രാഷ്ട്രീയവും തമ്മിലുള്ള എല്ലാ കാര്യത്തെക്കുറിച്ച് നമുക്ക് നല്ലപോലെ അറിയാം. അപ്പം സിനിമയായിട്ട് കാണാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ല മനസ്സുള്ളവർ. ഇപ്പൊ നമ്മുടെ ലാലേട്ടൻ ബബ്ബയിൽ ഒരു റോളിൽ എത്തുന്നുണ്ട്. ഇപ്പം ദിലീപേട്ടനോട് അഭിനയിച്ചു എന്ന പേരിൽ മാത്രം ഒരുപാട് ആക്ഷേപമാണ് ഇപ്പൊ കേൾക്കേണ്ടി വരുന്നത്. അതിനോട് യോജിക്കാൻ കഴിയുന്നതാണ് ഇപ്പൊ ഒരു നടനോടൊപ്പം? ഒരിക്കലും യോജിക്കാൻ കഴിയുന്നില്ല. ഒരു നടനോടൊപ്പം എന്ന് പറയുന്നതിനകത്ത് ആ നടനല്ല അതിനകത്ത് തീരുമാനിക്കുന്നത്. ഒരു ഡയറക്ടറാണ് അതിനകത്ത് ആര് വേണം, തന്റെ ഭാവനയിൽ ഉണ്ടാകുന്ന ഒരു ക്യാരക്ടറിനകത്ത് ആര് അഭിനയിക്കണം, അത് ആ കാസ്റ്റിൽ ആര് വരണമെന്നുള്ളത് തീരുമാനിക്കുന്നത് ഒരു ഡയറക്ടറാണ്. അങ്ങേരുടെ ഭാവനയെ കാണുന്ന, അങ്ങേരുടെ മനസ്സിൽ കാണുന്ന കാര്യങ്ങൾ ഏതൊരാളുടെ അടുത്ത് അത് സാധ്യമാവുക അവിടെയാണ് സമീപിക്കുക എന്നുള്ളത്. ധനഞ്ജയ ശങ്കർ ആണെങ്കിൽ അങ്ങനെ ആയിരിക്കും സമീപിച്ചിട്ടുണ്ടാവുക. നല്ല വിശ്വാസമുള്ളൊരു ഡയറക്ടറാണ് അങ്ങേര്. നല്ലപോലെ പ്രതീക്ഷിക്കുന്നുണ്ട്. കേസിൽ അതിജീവിതയ്ക്ക് നീതി ലഭ്യമായതായിട്ട് തോന്നുന്നുണ്ടോ? അതിജീവിതയ്ക്ക് നീതി ലഭ്യമായ അക്കാര്യത്തിൽ നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഞാൻ ആ കാര്യത്തിൽ കൂടുതൽ തലയിടാൻ ശ്രമിക്കുന്നൊരു കാര്യമല്ല. കാരണം എല്ലാവർക്കും അറിയാം എന്തൊക്കെ എവിടെയൊക്കെ സംഭവിക്കുന്നുണ്ട്, എന്തൊക്കെ സംഭവിക്കുന്നില്ല, എന്തൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട്, എന്തൊക്കെ മീഡിയ പ്രചരിപ്പിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തെക്കുറിച്ച് നല്ലത് അറിയാം. അപ്പം അതിനെ യുക്തിപൂർവ്വം മനസ്സിലാക്കി ചിന്തിച്ച് ഒരു തീരുമാനം ഉള്ളിൻ്റെ ഉള്ളിൽ എടുക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അതിനെ മനസ്സിലാക്കുക, തീരുമാനം എടുത്തില്ലെങ്കിലും മനസ്സിലാക്കുക, എന്താണ് സത്യം എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അല്ലാതെ ഒരിക്കലും മീഡിയയെ നോക്കി നിൽക്കുകയോ, അല്ലെങ്കിൽ മറ്റൊരു അഭിഭാഷകൻ പറയാൻ നോക്കി നിൽക്കുകയോ, അല്ലെങ്കിൽ പബ്ലിക് പറയാൻ നോക്കി ചെയ്യരുത്. നമ്മുടെ മുന്നിൽ കണ്ണിൽ കാണുന്ന അതുകൊണ്ട് കേൾക്കുന്നതായ സത്യങ്ങളുണ്ട്, അത് മാത്രം വിശ്വസിക്കുക. അല്ലാതെ മറ്റുള്ളവർ പറഞ്ഞു പ്രേരിപ്പിക്കുന്നൊന്നും പറഞ്ഞുകൊണ്ട് അതൊരു ഇതായിട്ട് ചെയ്യരുത്. മീഡിയ എന്ന് പറയുന്ന സാധനം കോടതി കൺവിൻസ് ചെയ്യുന്നതിന് മുമ്പേ തന്നെ കൺവിൻസ് ചെയ്ത് നിൽക്കുന്ന ഇതാണ് മീഡിയ. അപ്പം പരമാവധി മനസ്സിലാക്കുക, എല്ലാ മീഡിയസിനെയും നല്ലപോലെ മനസ്സിലാക്കുക. ഇപ്പൊ നമുക്കറിയാം കേസിലെ 7ാം പ്രതിയാണ് നമ്മുടെ ദിലീപ്. 1ാം പ്രതിയും 2ാം പ്രതിയും പൾസർ സുനി മാർട്ടിനെതിരെയൊക്കെയുള്ള തെളിവുകളോടെയാണ് കോടതി ഇപ്പം അവർക്ക് ശിക്ഷ വിധിച്ചിരിക്കുന്നത്. പക്ഷെ അവർക്ക് പോലും കിട്ടാത്ത ശിക്ഷ ദിലീപിന് കിട്ടണം എന്ന് വാദിക്കുന്നവരുണ്ട്. അതിനോട് യോജിക്കാൻ കഴിയുന്നതാണ്. ഒരു തെളിവ് യോജിക്കുക എന്ന് പറയുന്നത് കോടതിക്ക് മേലെ നമുക്കൊരു വർത്തമാനം പറയാൻ പറ്റില്ല. ഒന്നാമത്തെ കാര്യം, അതിൽ കോടതി വിധി എന്ന് പറഞ്ഞാൽ അതാണ് അത് വിധി. ആ വിധിക്ക് മുകളിൽ ഒരു മീഡിയയ്ക്കും ഒരു കാര്യത്തെക്കുറിച്ച് ശബ്ദിക്കാനോ പറയാനോ പറ്റത്തില്ല. പക്ഷേ മീഡിയയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. മനസ്സിലായി? അത് കണ്ടുകൊണ്ടിരിക്കാന്നല്ലാതുള്ളത്, അല്ലാതെ വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ കോടതിക്ക് തെളിവുകൾ അഭാവത്തിൽ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കോടതിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. തെളിവുകൾ അഭാവം വരുന്നുണ്ടെങ്കിൽ അതെന്തുകൊണ്ടാണ്? അപ്പോൾ ആ കാര്യങ്ങൾ അതിൻ്റെ രീതിക്ക് കോടതി കൈകാര്യം ചെയ്യും. കോടതി അതിന് ഉത്തരവെടുക്കും. ദിലീപേട്ടന്റെ ബബ്ബ റിലീസ് ആവാൻ പോവാണ്. കാണാൻ പോകുന്നുണ്ടോ? ഈ ഫെസ്റ്റ് നടക്കുകയാണ്. അന്നത്തെ ദിവസം കാണാൻ പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. എന്തായാലും പോകാതിരിക്കത്തില്ല. ചേട്ടാ, ഈ നടിയെ ആക്രമിച്ച കേസിന്റെ പേര് പറഞ്ഞിട്ട് ഒരുപാട് പേര് ആ സിനിമ ബഹിഷ്കരിച്ചിരിക്കുകയാണ്. ഒരു സിനിമ എന്ന് പറയുമ്പോൾ നടന്റെ മാത്രമല്ലല്ലോ. ഞാൻ ചോദിക്കാം, നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? പുള്ളിക്കാരൻ തെറ്റുകാരനാണോ നിങ്ങൾ പറയുന്നത്? കാരണം കോടതി എന്താണ് ഈ ലോകത്തെ ഏറ്റവും അൾട്ടിമേറ്റ് കോടതിയാണ്. കോടതി എന്ത് വിധിച്ചു? പുള്ളിക്കാരനല്ല ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. അത് കാരണമാണ് പുള്ളിക്കാരന് ഈ ഒരു ഇത് വന്നത്. അല്ലായിരുന്നെങ്കിൽ ഈ ഇഷ്യൂസ് ഒന്നും ബാധിക്കേണ്ട കാര്യമില്ല. പിന്നെ എന്തിനാണ് അങ്ങനെ കാര്യം? അത് കല സൃഷ്ടി നമ്മൾ അങ്ങനത്തെ രീതിയിൽ കാണുക. പോയി കണ്ട് സപ്പോർട്ട് ചെയ്യണം, നല്ലതാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണം, ഇല്ലെങ്കിൽ ഇല്ല. ഇപ്പം ഇതിൻ്റെ ഒരു കാരണത്തിൻ്റെ പുറത്ത് ഇതൊക്കെ പറയുന്ന മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത്. സത്യം പറഞ്ഞാൽ പുള്ളിക്കാരൻ കുറ്റക്കാരനല്ല. കോടതി എന്നെ ജയിലിൽ പോയി ഇപ്പം കിടന്നേനെ. കുറ്റക്കാരനല്ല. വെറുതെ അങ്ങനെ വീണ്ടും കുറിച്ചിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നാം. അമ്പലത്തിൽ പോകാൻ പറ്റുന്നില്ല,
ബസ്സിലാണെങ്കിൽ പോലും എന്താ പറയുക, പകല സിനിമ ഇടാൻ സമ്മതിക്കുന്നില്ല. അങ്ങേര് വരുന്നിടത്തൊക്കെ പ്രശ്നങ്ങൾ. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ബാക്കിയുള്ളവരെ കണ്ട് സൈഡിൽ കൂടെ ചിരിക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം യഥാർത്ഥ പ്രതികൾ എവിടെയോ മറന്നിരിക്കുകയാണ്. അവരെ കൊണ്ടുവരാൻ വേണ്ടി പോലീസുകാരൊന്ന് ആഞ്ഞിറങ്ങിയിരുന്നെങ്കിൽ നടന്നേനെ. ഇപ്പം 6 പേർക്ക് എന്തോ ശിക്ഷ കിട്ടി. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഗൂഢാലോചന എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ ശിക്ഷ. അത് ചെയ്തത് ആരാണെന്ന് കണ്ടുപിടിക്കാൻ അവരും കൂടെ ഒന്ന് ഇറങ്ങി തിരിച്ചാൽ ബെറ്റർ ആയിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ എപ്പോഴും അങ്ങേരായിട്ട് ഇങ്ങനെ ദ്രോഹിക്കുന്നത് ശരിയല്ലെന്ന്. ഒരു മനുഷ്യനല്ലേ, 8-9 കൊല്ലം അയാൾ അനുഭവിച്ചു. പടം അഭിനയിച്ചെങ്കിലും ആൾക്കാരത് കാണാൻ കയറുന്നില്ല. ഒരു ക്രിമിനൽ എന്നോട് ആ ഒരു പട്ടം ഇതിൽ നിന്ന് പോയി കഴിഞ്ഞ ശേഷം വീണ്ടും അയാൾക്ക് ആ ഒരു പട്ടം ചാർത്തി കൊടുക്കുന്ന എന്തിനാണെന്ന് എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ഇരയ്ക്ക് നീതി കിട്ടണം, അതിനെ ഇപ്പോഴും പറയുന്നുണ്ട്. പക്ഷേ അത് ദിലീപേട്ടനെ അകത്താക്കിയിട്ട് വേണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം പുള്ളിക്കാരനല്ല എന്ന് തന്നെ പറയുന്നുണ്ട്. കോടതിയിൽ തെളിവാണ് വലുത്. തെളിവില്ല അവർക്ക്. ഇത് ഇത്രയും 9 കൊല്ലമായി കണ്ടുപിടിക്കുകയില്ല. പിന്നെ ചിലർ പറയുന്നത് പണം കൊടുത്താണ് പുള്ളിക്കാരെ ഇറങ്ങിയെന്ന്. അത് തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്. പണം കൊടുത്തൊന്നും കോടതിയെ വിലയ്ക്ക് വാങ്ങാനൊന്നും പറ്റത്തില്ല. കോടതിയിൽ തെളിവാണ് ഏറ്റവും വലിയ ആരോപണമല്ല. പക്ഷേ അവര് പുറത്ത് വിട്ടു. ഇനിയിട്ട് ദ്രോഹിക്കുന്ന തെറ്റാണെന്ന് എനിക്ക് പറയാനുള്ളൂ. ബബബയിലെ ലാലേട്ടൻ അഭിനയിക്കുന്നതുകൊണ്ട് ലാലേട്ടനെതിരെ ഒരുപാട് ആക്ഷേപമാണ്. ഈ ഇടയ്ക്ക് ഞാൻ എന്തോ ഒരു മറ്റേ സോഷ്യൽ മീഡിയയിൽ എന്തോ കണ്ടു. ഈ നടന്റെ കൂടെ എന്തിനാണ് അഭിനയിക്കുന്നത് എന്നൊക്കെയാണ് കമന്റ് ഇട്ടിരിക്കുന്നത്. അവർക്ക് അവരെന്താണ് കോടതി വിധി അവർ മാനിക്കുന്നു. കോടതി വിധിയിൽ പുള്ളിക്കാരൻ നിരപരാധിയാണ്. പിന്നെ എന്ത് കൂടെ അഭിനയിച്ചാൽ എന്നുള്ള കാര്യം. പിന്നെ ദിലീപിനെ എത്രയോ കാലം മുമ്പേ അറിയാവുന്ന ആൾക്കാരാണ് ലാലേട്ടൻ, മമ്മൂക്ക. അപ്പം അവർക്കും ഒരു വിശ്വാസം ഉണ്ടാവാം, ഇയാൾ ഇത് ഈ തെറ്റ് ചെയ്യത്തില്ല, ഇത് വേറെ എന്തോ ഒരു ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് നടന്നൊരു സംഭവമായിരിക്കാം എന്നുള്ള എല്ലാവരുടെയും ഒരു ചിന്തയുണ്ട് അതിൻ്റെ അകത്ത്. ഇത് ചിലവർക്ക് അത് എന്തുകൊണ്ടോ അങ്ങനെ തുറങ്കിൽ അടയ്ക്കണം എന്നുള്ള ഒരു ലക്ഷ്യത്തിന് പുറത്താൻ നിൽക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരിക്കലും ഞാൻ ഒരു ഇതായിട്ടല്ല ഞാൻ പറയുന്നത്. പക്ഷേ ഞാൻ കോടതിയെ മാനിച്ചുകൊണ്ടാണ് ഇപ്പോഴും പറയുന്നത്. അത് പുള്ളിക്കാരനല്ല, വേറെ ആരൊക്കെയോ ഉണ്ട് കളിച്ചിട്ടുണ്ട്. 2017 വരെ ഏറ്റവും ഉയരത്തിൽ നിന്ന ഒരു ജനപ്രിയ നായകൻ എന്നുള്ളൊരു ആള് പെട്ടെന്ന് താഴോട്ട് പോകണമെങ്കിൽ, അപ്പോൾ ആള് വന്നു കഴിഞ്ഞാൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുള്ള പോലെ ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അതുകൊണ്ടാവാം ആ സമയത്ത് ഒരു ഗൂഢാലോചന നടത്തി പുള്ളിക്കാരനെ പെടുത്തിയെന്ന്. നമുക്ക് ഈ കേസ് നോക്കി അറിയാം. 7ാം പ്രതിയാണ് ദിലീപ്. 1ാം പ്രതി നമ്മുടെ പൾസർ സുനിയും മാർട്ടിനൊക്കെയാണ്. അവർക്ക് കിട്ടിയ ശിക്ഷയേക്കാൾ വലിയൊരു ശിക്ഷ ദിലീപിന് ഇപ്പോഴും കിട്ടണമെന്ന് വാദിക്കുന്നവരുണ്ട്. അപ്പൊ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നത്. തെളിവുകളുള്ള പ്രതിക്ക് വലിയൊരു ശിക്ഷ വാങ്ങി കൊടുക്കാതെ ദിലീപിന്റെ പിന്നാലെ പോകുന്നതിനെ പറ്റി എന്താ പറയാനുള്ളത്? ഞാൻ പറഞ്ഞില്ലേ, അയാളെ ക്രൂശിച്ച് മതിയായിട്ടില്ല ആൾക്കാർക്ക്. ഇനി വീണ്ടും ചെയ്യണമെന്നായിരിക്കും. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ട്രെയിലർ ഇറങ്ങിയ സമയത്ത് താഴെ തന്നെ കമന്റ്, ക്രിമിനൽ, പുള്ളിക്കാരൻ്റെ പടം കാണാൻ പോകില്ല, മറ്റേതാണ് മറിച്ച്. ആരും ഒരു പോസിറ്റീവ് കൊള്ളാം. അത് പടത്തിന്റെ രീതിക്ക് കാണാൻ പോലും മനസ്സില്ലാത്തവരാണ്. അയാള് ആ സിനിമയായിട്ട് കാണണം. ആ സിനിമ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ലെന്ന് പറയണം. അതിനുവേണ്ടിയുള്ള അവകാശമൊക്കെ ഗാന്ധിജി നമുക്ക് മുമ്പേ വാങ്ങി തന്നിട്ടുണ്ട്. അതല്ലാതെ ഇന്നൊരു ക്രിമിനൽ എന്ന് പറഞ്ഞിട്ട് കാണാതിരിക്കുന്നതൊന്നും ഇതല്ല. അങ്ങനെ എനിക്ക് തോന്നിയിട്ടുമില്ല. പിന്നെ എന്തോ ഞാൻ പറഞ്ഞില്ലേ, അയാളെ കൊടുക്കണം എന്നുള്ളൊരു ലക്ഷ്യമായിട്ട് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഞാൻ ദിലീപേട്ടൻ്റെ കൂടെയാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇരയ്ക്ക് നീതിയും കിട്ടണം. അത് എന്താ സംഭവം, അത് യഥാർത്ഥ പ്രതികൾ മറിഞ്ഞിരിക്കുന്ന ആൾക്കാർ പുറത്തോട്ട് കൊണ്ടുവരണം. അതിനുവേണ്ടി പോലീസുകാർ കറക്റ്റായിട്ട് ഇറങ്ങി തിരിച്ചാലേ പറ്റത്തുള്ളൂ. അത് ബാക്കിലുണ്ട് വേറെ ആരൊക്കെയോ, അത് എന്താണെന്ന് അറിയത്തില്ല. അയാളുടെ വളർച്ചയെന്ന് ഇപ്പോൾ ദിലീപ് പോയ സമയത്ത് കുറേ പേര് കയറി വന്നിട്ടുണ്ട് അതിൻ്റെ ഇടയിൽ കൂടെ. അപ്പോൾ അവർക്ക് ഇനി പുള്ളിക്കാരൻ അങ്ങോട്ട് വരുമ്പോൾ ഇനി ഭയങ്കര പ്രശ്നങ്ങളാവാം. അപ്പോൾ അതാണ് വീണ്ടും ഇങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്ത് കൊണ്ടുവന്ന് വീണ്ടും താഴോട്ട് ഇടാൻ വേണ്ടി. പക്ഷേ നോക്കിക്കോ, ചിലപ്പോൾ ബബബ നല്ല കളക്ഷനോടെ നല്ല രീതിക്ക് വർക്കൗട്ട് ആവുന്ന ഒരു പടമായിട്ട് മാറാൻ ചാൻസ് ഉണ്ട്. എന്തായാലും ഇനി 18-ാം തീയതി കഴിഞ്ഞ് തീരുമാനം എടുക്കാൻ. അതെല്ലാം വിധി ഓഡിയൻസിൻ്റെ കയ്യിലാണല്ലോ. നമ്മൾ വർക്ക് ചെയ്യുക എന്നുള്ള മാത്രം. പിന്നെ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സിനിമ എന്ന് പറഞ്ഞാൽ ഒരാളുടെ മാത്രം കുത്തുകയല്ല. ബിക്കോസ് ഒത്തിരി പേര് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അവരുടെ എന്തോന്നാ അന്നമാണ്. അപ്പോൾ ആ അന്നത്തിനെയാണ് നമ്മൾ അത് ബഹിഷ്കരിക്കണം, കാണാൻ പോവില്ല എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അവരുടെ വേദന എത്രമാത്രമായിരിക്കണം എന്നും കൂടെ ചിന്തിക്കണം ആദ്യം. അതേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഇപ്പോൾ നല്ല വിജയമായിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാരണം കുറേ നാൾക്ക് ശേഷം ഒരു ദിലീപ് ട്രീറ്റ്, പിന്നെ അതിൻ്റെ കൂടെ ലാലേട്ടനും കൂടെ വരുന്നതുകൊണ്ട് നല്ലതായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ ആ സിനിമ ബഹിഷ്കരിക്കുന്നതിനോട് യോജിക്കുന്നുണ്ടോ ആളുകൾ? അല്ലല്ല, ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനെതിരെയോ അല്ലെങ്കിൽ ഒരു കലാസൃഷ്ടിക്കെതിരെയോ പ്രവർത്തിക്കുന്നത് ഉചിതമല്ല. ഒരു മാനറിസത്തിന് നമുക്ക് കുറ്റപത്രങ്ങൾ പലതും ഉണ്ടാവാം. അതൊക്കെ അതിൻ്റെയുള്ള രീതിക്ക് കോടതിയിൽ കേസ് കിടക്കുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങൾ വിചാരണ ചെയ്യേണ്ട കാര്യമില്ല. അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശിക്ഷ അനുഭവിച്ചേ പറ്റൂ. അദ്ദേഹം ശിക്ഷ അനുഭവിച്ച് ഒരുപക്ഷെ കഴിഞ്ഞതിൻ്റെ ഒരുപക്ഷെ ഇയാൾ കുറ്റക്കാരനല്ലെങ്കിൽ ഇത്രയും നാൾ ജയിലിൽ കിടന്നതിൻ്റെ ആ ഒരു നഷ്ടപരിഹാരം അല്ലെങ്കിൽ മാനഷ്ടത്തിലുള്ളത് ആരും കൊടുക്കും. അത് എത്ര കൊടുത്താൽ മതിയാവും.
എത്ര ആവശ്യപ്പെടാം, അത് ഇങ്ങനെയുള്ള ഒരുപാട് ചിന്തമാണ്. അപ്പം ഈ അദ്ദേഹത്തിൻ്റെ ഒരു കലാസൃഷ്ടി, അപ്പോൾ അദ്ദേഹം ഈ പിന്നെ ഇങ്ങനെയുള്ള കുറ്റകൃത്യങ്ങളിൽ പെടുന്നതിന് മുമ്പ് തന്നെ, കുറ്റാരോപിതരാകുന്നതിന് മുമ്പ് തന്നെ അയാൾ ഈ എന്താണ് കുഞ്ഞിക്കൂനൻ ഇങ്ങനെ തുടങ്ങിയ പിന്നെ ഈ ചാന്തുപൊട്ട് അങ്ങനെ ഒട്ടേറെ വ്യത്യസ്തമായ ചിത്രങ്ങൾ versatile actor ആണ്. വ്യത്യസ്തമായ ചിത്രങ്ങൾ കണ്ടുപിടിച്ച് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ ഒരു ആവിഷ്കാര സ്വാതന്ത്ര്യവും അയാളുടെ ഒരു കഴിവുമാണ്. അതായത് പണ്ട് ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ളത് കമലഹാസനാണ്. കമലഹാസൻ ചെയ്തതുപോലെ മറ്റൊരാൾ വേറെ രീതിക്ക് കണ്ടുപിടിക്കും. കണ്ടുപിടുത്തങ്ങൾ നല്ലതല്ലേ എപ്പോഴും, അതെ, പുതിയതായിട്ട് ഓരോന്നോരോ കണ്ടുപിടിക്കണം. ഇപ്പോഴത്തെ സിനിമയാണോ പണ്ടത്തെ സിനിമ? അല്ല, ഒരിക്കലും അല്ല. ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പറഞ്ഞു. അപ്പോൾ ഈ ടെക്നിക്സ് എപ്പോഴും അത് ഉപകരണങ്ങൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അതൊരു കലാകാരൻ്റെ കഴിവാണ്, അയാൾ കണ്ടുപിടുത്തമാണ്. അപ്പം അതിനെതിരെയൊന്നും ആരും പ്രതികരിച്ചിരുന്ന ഒരു കാര്യവുമില്ല. നിനക്ക് വേണമെങ്കിൽ നീ കാണുക, അതെ, വേണ്ടെങ്കിൽ നീ കാണണ്ട, ആരും നിർബന്ധിക്കുന്നില്ല. നീ കണ്ടില്ലെങ്കിൽ നിന്നെ വീട്ടിൽ കയറ്റില്ല, അല്ലെങ്കിൽ രാജ്യത്ത് നിന്നെ പുറത്താക്കുന്ന ആരും പറഞ്ഞില്ല. പിന്നെ അത് കുട്ടിക്കോഷിക്കേണ്ട കാര്യമില്ല, കാണുന്നവൻ കണ്ടോട്ടെ. ഇപ്പം ഞാനിപ്പോൾ ഒരു സിനിമ അഭിനയിക്കും, ഒരു ചെറിയ വേഷമല്ലേ അത്, പക്ഷെ ആ ചെറിയ വേഷമാണ് മെഗാസ്റ്റാർ മമ്മൂട്ടിയേക്കാൾ ഉയർന്നിരിക്കുന്നത്. കളങ്കാവൽ എന്ന സിനിമ കണ്ടായിരുന്നോ? അതിനകത്ത് എന്നെയാണ് അദ്ദേഹം ഷൈനയായിട്ട് പരീക്ഷിക്കുന്ന ഒരു ക്യാരക്ടർ. ആ ക്യാരക്ടർ ഇന്ന് ലോകം മുഴുവൻ ശ്രദ്ധയായി, എന്നെ ലോകത്തിൻ്റെ അങ്ങോളം ഇങ്ങോട്ടുള്ള കോളുകൾ. അപ്പോൾ അത് ഞാൻ ചെയ്തതിൻ്റെ ഒരു ഫലമാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ അത് എന്നെ ചെയ്യാൻ പ്രാപ്തനാക്കിയത് ആരാ? നമ്മൾ അവിടെ ചിന്തിക്കണം. എന്നെ വിളിച്ചത്, എന്നോടൊപ്പം മമ്മൂക്ക നിന്ന് അഭിനയിച്ചത്, മമ്മൂക്ക പറയണു അല്ല ഇത്രയും വലിയൊരാൾ വേണ്ട, ചെറിയ ആൾ അവിടെ അതല്ല. അപ്പോൾ എന്നെ സഹകരിച്ചവരും സഹിച്ചവരും ഒക്കെ അതിൽ വളരെ ഇതായി. നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ആ കോൺഫിഡൻസാണ് നമ്മൾ മറ്റുള്ളവർ മുമ്പ് പ്രകടിപ്പിക്കുന്നത്. അത് നിനക്ക് നീ എന്തെന്താ അത് കണ്ടത് ഇത് കണ്ടത് ചോദിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഈ പറഞ്ഞ ഞാൻ കാണൂല, നിങ്ങൾ കാണേണ്ടത് നിങ്ങൾക്ക് വേണമെങ്കിൽ കാണുക. ശരി.